ഇന്നത്തെ കാലത്ത് സെൽഫി എടുക്കാത്തവരായി ആരുമില്ല അല്ലേ? ഫ്രണ്ട് ക്യാമറയും സ്ക്രീൻ പ്രിവ്യൂറും ഒക്കെയുള്ള ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ആർക്കും സെൽഫി എടുക്കാം. എന്നാൽ ഫോണുകളിൽ ഫ്രണ്ട് ക്യാമറകൾ വരാൻ തുടങ്ങുന്നതിനും എത്രയോ മുൻപ് ഒരു സെൽഫി എടുത്താലോ, അതും കൃത്യമായ ഫ്രെയിമിങ്ങിൽ. അതെ, നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചാണ്. അഭിനയത്തിൽ മാത്രമല്ല, ടെക്നോളജിയിലെ പുതുമകൾ തിരിച്ചറിയുന്നതിലും എന്നും ഒരു പിടി മുന്നിലാണ് മമ്മൂക്ക. വിപണിയിൽ ഏതൊരു പുതിയ ക്യാമറയോ മൊബൈൽ ഫോണോ എത്തിയാലും അത് മമ്മൂക്കയുടെ ശേഖരത്തിലെത്തും. അത് മറ്റുള്ളവർക്ക് വിശദീകരിച്ച് കൊടുക്കാനും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. ഇപ്പോഴിതാ മമ്മൂക്കയുടെ 17 വർഷം മുൻപത്തെ ഒരു പഴയ സെൽഫി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇതിനായി നമ്മൾ സമയത്തെ പിന്നോട്ട് തിരിക്കണം. വർഷം 2009. സംവിധായകൻ ആഷിഖ് അബു തന്റെ അരങ്ങേറ്റ ചിത്രമായ ഡാഡി കൂൾ ഒരുക്കുന്ന സമയം. മമ്മൂട്ടി CI ആന്റണി സൈമൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ കൊച്ചിയും ഹോങ്കോങ്ങുമായിരുന്നു. ഹോങ്കോങ് ലൊക്കേഷനിൽ വെച്ചാണ് ആ രസകരമായ സംഭവം നടക്കുന്നത്. ഷൂട്ടിങ്ങിനിടയിലെ ഇടവേളയിൽ മമ്മൂക്ക ഒരു ചിത്രം പകർത്തി. ഒരു സാധാരണ ചിത്രമായിരുന്നില്ല അത്. സംവിധായകൻ ആഷിഖ് അബു അടുത്തിടെ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച ആ ചിത്രമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഡാഡി കൂളിൽ മമ്മൂട്ടിയുടെ മകനായി അഭിനയിച്ച മാസ്റ്റർ ധനഞ്ജയനൊപ്പം മമ്മൂക്ക എടുത്ത ഒരു സെൽഫിയായിരുന്നു അത്. പക്ഷേ ഈ ചിത്രത്തിന് ആഷിഖ് അബു നൽകിയ ക്യാപ്ഷനാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയത്. സെൽഫികൾ എങ്ങനെ എടുക്കണമെന്ന് ഫോണുകൾ മനസ്സിലാക്കുന്നതിന് മുൻപേ 2009 ഫ്രണ്ട് ക്യാമറയോ പ്രിവ്യൂറോ ഇല്ലാത്ത കാലം. ഫ്രണ്ട് ക്യാമറ ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ചിത്രത്തിൽ വരുന്നത് എന്ന് കാണാൻ സ്ക്രീൻ പ്രിവ്യൂ പോലും ഇല്ലാതെ മമ്മൂക്ക എടുത്ത ആ പെർഫെക്റ്റ് സെൽഫി അദ്ദേഹത്തിന്റെ ക്യാമറ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ്. ഡാഡി കൂൾ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും ആഷിഖ് അബുവും വീണ്ടും ഒന്നിച്ചത് 2014 പുറത്തിറങ്ങിയ ഗ്യാങ്സ്റ്റർ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. വലിയ പ്രതീക്ഷകളോടെ എത്തിയെങ്കിലും ബോക്സ് ഓഫീസിൽ ആ ചിത്രം പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളിലൂടെ ആഷിഖ് അബു മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകനായി മാറി. 2024 ഡിസംബറിൽ റിലീസ് ചെയ്ത ആക്ഷൻ കോമഡി ചിത്രം റൈഫിൾ ക്ലബ് ആണ് അദ്ദേഹത്തിൻ്റെതായ ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തിയ ചിത്രം. ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, വിജയ് രാഘവൻ, വിനീത് കുമാർ എന്നിവർക്കൊപ്പം ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപും അഭിനയിച്ച ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണവും അനുരാഗ് കശ്യപ് തന്നെയാണ് നിർവഹിച്ചത്. സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല, സിനിമകളുടെ തിരഞ്ഞെടുപ്പിലും മമ്മൂക്ക എന്നും പുതുമകൾ കൊണ്ടുവരാറുണ്ട്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മോഹൻലാൽ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങിയ വൻപൻ താരനിര അണിനിരുന്ന പേട്രിയറ്റ് ആണ് മമ്മൂട്ടിയുടേതായ അവസാനം തിയേറ്ററുകളിലെത്തിയ ചിത്രം. അതേസമയം വരാനിരിക്കുന്ന ചിത്രങ്ങളിലും വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പദയാത്ര മലയാളത്തിൽ ഒരുങ്ങുമ്പോൾ തമിഴിൽ അമരൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഓം എന്ന ചിത്രത്തിലും മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തുന്നു. ധനുഷ് നായകനാകുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഏറെ പ്രാധാന്യമുള്ളതാണ്. 2009 ഫ്രണ്ട് ക്യാമറയില്ലാതെ സെൽഫി എടുത്ത് മമ്മൂക്കയിൽ നിന്ന് 2026 ഇൻഡസ്ട്രിയെ ഭരിക്കുന്ന മെഗാസ്റ്റാറിലേക്കുള്ള ദൂരം ചെറുതല്ല. കാലത്തിനും സാങ്കേതിക വിദ്യയ്ക്കും മുന്നേ സഞ്ചരിക്കാൻ മമ്മൂട്ടി എന്ന നടന് എന്നും പ്രത്യേക കഴിവുണ്ട്. 17 വർഷം മുൻപത്തെ മമ്മൂട്ടിയുടെ ഈ അപൂർവ സെൽഫിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.